ഡൽഹി വിധി എഴുതുകയാണ്. ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ഡൽഹിയിലും തത്സമയം ചേരുന്നുണ്ട്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ഫോർ യു. നമുക്ക് എല്ലാവർക്കും, എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അവിടെ. അതിൽ അറിയേണ്ടത് ഇന്നത്തെ ജനവിധി അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ഒന്ന്, ഭരണസിരാ കേന്ദ്രമാണ്, തലസ്ഥാനമാണ്. ഒപ്പം തന്നെ ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമെന്ന് മോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഡബിൾ പവറിൽ ഈ ഭരണം നിലനിർത്തുമെന്ന് ആം ആദ്മി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ശക്തമായ മത്സരം നടക്കും എന്ന് ഉറപ്പിച്ച ഒരു സ്ഥലത്ത് ജനവിധി ഏത് രീതിയിലുണ്ടാകും? ഈ വാഗ്ദാനങ്ങളിലൊക്കെ ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾ, ഉത്സവങ്ങളാണ്. മാധ്യമപ്രവർത്തകർക്കും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുകൾ ഉത്സവങ്ങൾ തന്നെയാണ്. ഏറ്റവും വാശിയും വീറുമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അടിത്തട്ടിൽ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ഡൽഹിയിലേത് എന്നുള്ളത്. ഇത് മൂന്ന് പാർട്ടികൾക്കും നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഇത്തവണ ഡൽഹി പിടിക്കുക എന്നുള്ളത്. പ്രധാനമായും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് നാലാമത്തെ സർക്കാർ രൂപീകരിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ ശ്രമം. ഒട്ടേറെ ആരോപണങ്ങൾ നേരിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ തിരഞ്ഞെടുപ്പ് വരുന്നത് എന്നുള്ളത് നിർണായകമാണ്. എന്നാൽ ഡൽഹിയിൽ ഇത്തവണ അധികാര തുടർച്ച നേടാൻ ആയില്ല എങ്കിൽ പാർട്ടിയുടെ മേൽവിലാസം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകും. അതേസമയം BJPക്ക് അഭിമാന പോരാട്ടമാണ്. രാജ്യത്ത് ഭരണമുള്ള ഘട്ടത്തിൽ പോലും 2 തെരഞ്ഞെടുപ്പുകളിൽ ഈ ഡൽഹിയിൽ വിജയിക്കാനായില്ല എന്നുള്ളതും, ഒപ്പം തന്നെ ഒരു 10 സീറ്റിന് മുകളിലേക്ക് പോലും കഴിയാതെ ത്തിൽ 2015 വെറും 3 സീറ്റിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ 27 വർഷമായി രാജ്യ തലസ്ഥാനത്തെ ഭരണം BJPക്ക് നഷ്ടപ്പെട്ടിട്ട് അത് ഇത്തവണ പിടിച്ചെടുക്കാനുള്ള ശ്രമം ആണ് BJPയുടെ ഭാഗത്തു നിന്നും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് പോലും നേടാൻ ആയിട്ടില്ല. 15 വർഷം ഭരിച്ച സംസ്ഥാനമാണ് ഡൽഹി കോൺഗ്രസിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കുക എന്നുള്ളത് ഇത്തവണ കോൺഗ്രസിന് നിർണായകമാണ്. അത്തരത്തിൽ കോൺഗ്രസ് ശ്രമിക്കുക ാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നത് ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളെ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ. അതുതന്നെയാണ് ഇത്തവണ ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാതിരിക്കാൻ കാരണമായതും. ഈ പ്രചരണ ഘട്ടത്തിലെല്ലാം തന്നെ അത്യന്തം വീറും വാശിയും കണ്ടിരുന്നു. ഒപ്പം തന്നെ ഒട്ടേറെ വിഷയങ്ങൾ, അത് അടിത്തട്ടിലുള്ള വിഷയങ്ങൾ മുതൽ അഴിമതിയും സാങ്കേതികമായ ഡൽഹി മലിനീകരണം, യമുന മലിനീകരണം, കൂടാതെ പണവിതരണം, ഓരോ മേഖലകളിലും നൽകിയ വാഗ്ദാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രചരണ വിഷയമായിരുന്നു. ഒട്ടേറെ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് പോലും ഇത്തരത്തിലുള്ള പരാതികൾ നൽകിയിരുന്നു. കയ്യാങ്കളി, ഈ പാർട്ടികളുടെ അണികൾ തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥികളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ, അത്തരത്തിലുള്ള പരാതികൾ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിനിടെ നടത്തിയ റെയ്ഡുകൾ, ബാഹ്യ ഇടപെടലുകൾ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പിനെ രാജ്യവ്യാപകമായി തന്നെ ചർച്ചയായി നിലനിർത്തിയതാണ്. അത്രത്തോളം വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് ഇത്തവണ ഡൽഹിയിൽ നടക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്പഡ്ഗഞ്ച് മണ്ഡലത്തിലെ മയൂർ വിഹാറിലെ സ്റ്റാഫ് ക്ലബ്ബ്, ഇത് ഒരു പോളിംഗ് ബൂത്താണ്. BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ഈ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുക. അദ്ദേഹം രാവിലെ ബൽറാം നെടുങ്ങാടി, എനിക്ക് തോന്നുന്നു കണക്ഷൻ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്, അതാണ് പെട്ടെന്ന് കട്ടായി പോയത്.